ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ വീട്ടിലിരുന്ന് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്ക് ഈ ഒരു വീഡിയോ ബെനഫിറ്റ് ആയിരിക്കും, നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾക്കൊരു വണ്ടി ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ മുഴുവനായി കണ്ടിരിക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്കൂട്ടിയോ അതുപോലെ തന്നെ ബൈക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ജോലിയിൽ ജോയിൻ ആകാൻ പറ്റുന്നതായിരിക്കും. അപ്പം എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. താഴെ ഞാൻ ഈ ഒരു ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള പേരിലോട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 4.6 റേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ആപ്ലിക്കേഷന്. ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നു, ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. പെർ മന്ത് ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപയുടെ അടുത്തൊക്കെ സിമ്പിളായിക്കൊണ്ട് നമ്മളിതിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടും ഞാൻ പറയാൻ കാരണം ഇതെന്ന് വെച്ചാൽ ലൊക്കേഷൻ ബേസ്ഡ് ആണ്. സോ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില തിരുവനന്തപുരത്ത് മാത്രമാണ് ഇപ്പം റാപ്പിഡ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ പുറം സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ ലിവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, പക്ഷേ നിങ്ങൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ബോക്സിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ OTP, അപ്പോൾ ആ ഒരു OTPയുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇപ്പോൾ എനിക്ക് OTPയിലേക്ക് പോകുന്നില്ല, കാരണം അൺസർവേബിൾ ലൊക്കേഷൻ. എൻ്റെ ലൊക്കേഷൻ മലപ്പുറത്താണ്. സോ അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ എനേബിൾ അല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു സിറ്റി സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സിറ്റി, അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിതിൽ ജോബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മളെ സിറ്റീസ് ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് മാത്രമാണ് ഇതുള്ളത്. സോ നിങ്ങൾ മറ്റുള്ള സംസ്ഥാനത്തിൽ ഇപ്പോൾ ലിവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനോ എന്നുള്ള കാര്യത്തിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് റാപ്പിഡോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ലൊക്കേഷനിലിട്ട് നമ്മൾ പോകുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ചിലപ്പം ഇതുപോലെ തന്നെ പിക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഏതായാലും പോവുകയല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുമല്ലോ ആ രീതിയിൽ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ ഒരു സിറ്റി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം താഴത്ത് കാണുന്ന കൺഫേം സിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം സെലക്ട് യുവർ വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈക്കിൽ ഇപ്പോൾ നമുക്ക് സ്കൂട്ടി ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്, ബൈക്ക് ആണെങ്കിലും ഓക്കെയാണ്, ഓട്ടോ പറ്റും, ക്യാബ് പറ്റും, കാറാണെങ്കിലും അങ്ങനെയും പറ്റും. ഓക്കെ, റാപ്പിഡോയിലും. അപ്പോൾ ഞാനിപ്പോൾ ബൈക്ക് ചൂസ് ചെയ്യുന്നുണ്ട്. ബൈക്ക് ചൂസ് ചെയ്തതിനു ശേഷം കൺഫേം വെഹിക്കിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നിങ്ങൾക്ക് പ്ലീസ് കംപ്ലീറ്റ് ഓൾ ദ സ്റ്റെപ്സ് ടു ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഭാഗമാണ് ഫസ്റ്റ് എനേബിളായി കിടക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രണ്ട് സൈഡ് ഓഫ് യുവർ ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് അപ്ലോഡ് ഫോട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്ലിയറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് സൈഡും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, എൻ്റർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, അത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ നിങ്ങളുടെ തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നിങ്ങൾക്ക് താഴത്ത് കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും. സോ നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് വന്നിട്ടുണ്ട്. ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അണ്ടർ വെരിഫിക്കേഷൻ എന്ന് കാണിക്കുന്നത്. അപ്പം ഒരു 4-5 മണിക്കൂർ മാക്സിമം പോയ 48 hours, അത് 2 days. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ കൊടുത്തിട്ടുള്ള നല്ല ക്ലിയറിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവ്ഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുവരെ ഒരു അണ്ടർ വെരിഫിക്കേഷൻ കിടക്കുന്നതായിരിക്കും കേട്ടോ.
ശേഷം നമുക്ക് പ്രൊഫൈൽ ഇൻഫോ ആണ്, അത് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെൽഫി എടുക്കേണ്ടി വരും. അതായത് ഒരു സെൽഫിയുടെ ഒരു ഐക്കൺസ് അവിടെ വരുന്നതായിരിക്കും. അതിൽ നമ്മളുടെ ബോഡി കറക്റ്റിൽ നമ്മൾ വെച്ച് കൊടുക്കുക. നമ്മുടെ ഹെഡും കാര്യങ്ങളൊക്കെ കറക്റ്റിൽ ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് കറക്റ്റിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ടാഗ് ഫോട്ടോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും, താഴത്തായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ല നിങ്ങൾക്ക് ഓക്കെ അല്ല, ഒന്നും കൂടി റീട്രൈ ചെയ്യാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റീട്രൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടിയും നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം, ഈ ഒരു ബോക്സിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇപ്പം ഈ ഒരു കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആധാർ കാർഡിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അണ്ടർ വെരിഫിക്കേഷൻ കിടക്കുന്നതായിരിക്കും, അപ്രൂവ്ഡ് ലഭിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മുടെ പ്രൊഫൈൽ, അതായത് ആദ്യം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, പിന്നെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് ഓപ്ഷനാണ് RC, വെഹിക്കിളിൻ്റെ RC കൊടുക്കുക. അപ്പോൾ വെഹിക്കിൾ ഓണർഷിപ്പാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ സൈഡിലുള്ള ഈ ഒരു മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ഓൺഡ് ഉണ്ട്, അതുപോലെ തന്നെ റെൻറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ വണ്ടിയാണെങ്കിൽ സെൽഫ് ഓൺഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ല, നിങ്ങൾ മറ്റുള്ള ആരെങ്കിലും റെൻറ്റ് ചെയ്ത് എടുത്തിട്ടാണ് നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു റാപ്പിഡോ എന്ന് പറഞ്ഞ ഈ ഒരു വർക്കിങ്ങിൽ ഇറങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ സെൽഫോൺ കൊടുത്തു. സെൽഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് RCയുടെ ഇമേജ്, അതായത് ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ സെലക്ട് ID. നമുക്ക് ആധാർ കാർഡ് വെച്ചിട്ടും പാൻ കാർഡ് വെച്ചിട്ടും ചെയ്യാം. അപ്പം ഏതെങ്കിലും ഒന്നുണ്ടായാലും മതി. പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ കാർഡ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഈ സൈഡിലുള്ള ഒരു മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആധാർ, പാൻ ഉണ്ട്. സോ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ എന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ആധാർ ഇമേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആധാറിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതായത് അപ്ലോഡ് ആധാർ ഇമേജ്, ആധാറിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾ എൻ്റർ ആധാർ നമ്പർ, തെറ്റാതെ തന്നെ കറക്റ്റ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പം ഡ്രൈവിംഗ് ലൈസൻസ് അണ്ടർ വെരിഫിക്കേഷനിലാണ്, പ്രൊഫൈൽ ഇൻഫോ അണ്ടർ വെരിഫിക്കേഷനിലാണ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ് അണ്ടർ വെരിഫിക്കേഷനിലാണ്. വെഹിക്കിൾ RC അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. കാരണം ആ വെഹിക്കിൾ RCയിൽ സെൽഫ് ഓൺഡ് ആണോ റെൻറ്റഡ് ആണോ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സെൽഫ് കൊടുത്തതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഇമേജസ് നമ്മൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. മറ്റുള്ളതൊക്കെ ഡോക്യുമെൻറ്റ്സ് അവർ ചെക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അപ്രൂവ്ഡ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അപ്രൂവ്ഡ് ആയിട്ട് കിട്ടാൻ മിനിമം ഒരു 4 to 5 hours റെഡി ആവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയാണെങ്കിൽ 2 days, അതായത് 48 hours. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ട്രെയിനിങ് കോഴ്സാണ്. ജസ്റ്റ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഓർഡർ എടുക്കുക, എങ്ങനെയാണ് പിക്കപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രെയിനിങ് കോഴ്സ്. സോ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. വെൽക്കം ടു റാപ്പിഡോ, പിന്നെ ഹൗ ടു ഗെറ്റ് എൻ ഓർഡർ, അതുപോലെ തന്നെ ഓർഡർ പേയ്മെൻറ്റ്, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, ഇങ്ങനെ 3 സെക്ഷനാണുള്ളത്. സോ സ്റ്റാർട്ട് ട്രെയിനിങ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചില ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇതിൻ്റെ വെൽക്കം ടു റാപ്പിഡോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചോദ്യം വരുന്നത്, what do you do ടു ഗോ ഓൺലൈൻ. അതായത് നമുക്ക് ഈ ഒരു റാപ്പിഡിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ഓൺലൈനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് നമുക്കിപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ റാപ്പിഡോ ആപ്പ്, കോൾ സപ്പോർട്ട്, ഗോ ടു ദ നിയറസ്റ്റ് ഡിമാൻഡ് ലൊക്കേഷന്, സോ ക്ലിക്ക് ഓൺ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഓൺ ഡ്യൂട്ടി എന്ന് എനേബിൾ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊന്നും വരില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡറും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ ഡ്യൂട്ടി എന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായിട്ട് ആൻസർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അടുത്തൊരു ഓപ്ഷൻ വരും, ഓർഡർ പേയ്മെൻറ്റ്, ഹെൽപ്പ് സപ്പോർട്ട്. അതും ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റ് ട്രെയിനിങ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നാലാമത്തെ ഒരു ഓപ്ഷൻ പേയ്മെൻറ്റ് മെത്തേഡാണ്. നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ, ബാങ്ക് അക്കൗണ്ട് വഴിയാണോ വേണ്ടത്, അതല്ല നിങ്ങളെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഇതിലൊക്കെ UPI ഐഡികൾ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഗൂഗിൾ പേക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, UPI അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആഡ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അല്ല നിങ്ങൾക്ക് ഗൂഗിൾ പേയിലേക്കാണ് വേണമെങ്കിൽ UPI അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട്
ആഡ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് UPI അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. അതിന് താഴത്തായിട്ട് നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു UPI കാണാൻ സാധിക്കും. അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ബോക്സിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അണ്ടർ വെരിഫിക്കേഷനാണ്, പ്രൊഫൈൽ ഇൻഫോ അണ്ടർ വെരിഫിക്കേഷനാണ്, വെഹിക്കിൾ RC അപ്രൂവ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ആധാർ ഓർ പാൻ കാർഡ് അണ്ടർ വെരിഫിക്കേഷനിൽ കിടക്കുന്നുണ്ട്, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പേയ്മെൻറ്റ് മെത്തേഡ് അത് നമ്മളും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വെൽ ഡൺ, വെരിഫിക്കേഷൻ സ്റ്റെപ്സ് കംപ്ലീറ്റഡ്, അക്കൗണ്ട് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് വിത്തിൻ 24 hours. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു റാപ്പിഡ് പോലെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി. ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ എടുക്കുക, ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടതൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, റാപ്പിഡോ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ജോലിയില്ലാതൊക്കെ കിടക്കുന്നുണ്ടാകും. അവർക്കൊക്കെ വാഹനം ഓടിക്കാൻ അറിയുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഏണിങ്സ് നമുക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്ലാനിങ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയധികം റിസ്ക് എടുത്തുകൊണ്ട് നമുക്ക് ചെറിയൊരു സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് കൂടി ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഗൈസ്, നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.